ഈ വീടിൻ്റെ മുകളിലേക്ക് വളർന്ന് പന്തലിച്ച് ഒട്ടും ഗുണനിലവാരമില്ലാത്ത ഒരു മാവായിരുന്നു ഇത്. ഇങ്ങനത്തെ മാവുകളെ പൂർണ്ണമായും മുറിച്ചു മാറ്റാതെ ശാസ്ത്രീയമായ രീതിയിൽ ഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ ഇതിനെ മികച്ച ഇനം മാവാക്കി മാറ്റാൻ സാധിക്കും. അത്തരത്തിൽ ഒരു വലിയ മാവിനെ ടോപ്പ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് മാറ്റിയെടുക്കുന്ന രീതിയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നിലവിലുള്ള മാവിനെ തറനിരപ്പിൽ നിന്നും ഏകദേശം 4 അടി ഉയരത്തിൽ വെച്ച് മുറിച്ചു മാറ്റുന്നു. മുറിച്ച ഭാഗത്ത് കുമിൾനാശിനികൾ പുരട്ടുന്നത് മരം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം മാവിൻ്റെ തടിക്ക് ചുറ്റുമായി നമ്മുടെ ബഡ് തൈകൾ വെക്കാൻ സുരക്ഷിതമായി വെക്കാൻ വേണ്ടി പാകത്തിൽ ഒരു താൽക്കാലിക സ്റ്റേജ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കേണ്ടതുണ്ട്. അതിനു മുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ജോലികൾ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 4 ഇനം ബഡ് തൈകളാണ്. കാലാപ്പാടി, കോട്ടൂർ കോണം, കുറ്റ്യാട്ടൂർ, കുളമ്പ് എന്നീ 4 മാവുകളാണ് ഇതിലെ വെച്ച് പിടിപ്പിക്കുന്നത്. വണ്ണത്തിനനുസരിച്ച് 4 അതിലധികമോ മാവുകൾ ഇതിൽ വെച്ച് പിടിപ്പിക്കാവും. ഇനി അതിനെ ഇന്നാർച്ച് രീതിയിലുള്ള പഴയ മാവിൻ്റെ തടിയുമായി യോജിപ്പിക്കണം. മാവിൻ്റെ തടിയുടെ തൊലി ചെത്തി മാറ്റി അതിലേക്ക് പുതിയ ബഡ് തൈയുടെ തണ്ട് തൊലി നീക്കം ചെയ്ത് ചേർത്ത് വെച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് ബലമായി കെട്ടുന്നു. പഴയ മാവിൻ്റെ വേരുകളിൽ നിന്നുള്ള പോഷണങ്ങൾ നേരിട്ട് ഈ പുതിയ തൈകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത് ക്രമീകരിക്കുന്നത്. ഓരോ ബഡ് തൈയും പഴയ മാവിൻ്റെ ഒരു പുതിയ ശാഖയായി വളരാൻ തുടങ്ങുന്നതോടെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പഴയ മാവിൻ്റെ സ്വഭാവം മാറി പുതിയ ഇനമായി ഇത് മാറും. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വെള്ളം കറക്കാതെ നോക്കേണ്ടതാണ്. ഒട്ടിച്ചേരാൻ 3 മാസമെങ്കിലും എടുക്കും. പുതിയ തളിർപ്പുകൾ വരുന്നത് വിജയത്തിൻ്റെ ലക്ഷണമാണ്. അതുവരേക്കും താഴെയുള്ള ബാഗുകൾ നമ്മൾ നനച്ച് കൊടുക്കേണ്ടതാണ്. പൂർണ്ണമായി ഒട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴെ നിന്ന് ബാഗിൻ്റെ ഭാഗം നമുക്ക് പൂർണ്ണമായും മുറിച്ച് മാറ്റാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.